രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് ബിജെപി മാർച്ച്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് ബിജെപിയുടെ മാർച്ച് നടക്കുകയാണ്. എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ വാർത്ത പുറത്തു വന്നത് മുതൽ, ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് മുതൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പാലക്കാട്ടെ ഓഫീസിലേക്ക് മാർച്ച് നടന്നു. ഇപ്പോൾ രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്കാണ് ഇപ്പോൾ ബിജെപിയുടെ മാർച്ച് നടക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും നിലിമ, സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് പ്രതിഷേധം എത്തിയിരുന്നു. അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഈ സമയമാണ് ഇങ്ങോട്ടേക്ക് പ്രതിപക്ഷ സംഘടനകൾ മാർച്ചുമായി എത്തിയത്. DYFIയുടെയും AIOFന്റെയും ഒക്കെ മാർച്ച് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ തടയുകയാണ്. പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന്. അത് അടൂരിലായാലും അതുപോലെ തന്നെ പാലക്കാടായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഗത്യന്തരമില്ലാതെയാണ് ഈ രാജിയെന്ന് മനസ്സിലാക്കാം. എന്തായാലും രാഹുൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ പ്രതികരിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടിയല്ല രാഹുൽ നൽകിയിട്ടുള്ളത്. തനിക്കെതിരെ പരാതി ഇല്ലാത്തിടത്തോളം കാലം താൻ ഇങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യമാണ് രാഹുൽ സൂചിപ്പിച്ചു വെക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. രാഹുലിന്റെ MLA സ്ഥാനമാണ് രാജിവെക്കണമെന്നുള്ള ആവശ്യമുയരുന്നത്. കാരണം ഇങ്ങനെയൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾ MLA സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് തന്നെയാണ് BJP അടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടക്കുക. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് രാവിലെ മുതൽ തന്നെ ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഈ അടൂരിലെ വീട്ടിനുള്ളിലാണുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പ്രസ്താവന, അതായത് ഈ രാജി പ്രഖ്യാപനമൊക്കെ നടത്തിയത്. തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നാലെയാണ് ഈ ഒരു പരസ്യമായിട്ടുള്ള ഒരു രാജി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസും BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉള്ളിൽ
അതായത് വീടിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രവർത്തകർ രാഹുലിന് ഈ സംരക്ഷണം ഒരുക്കി വീടിന് സമീപമായുണ്ട്. ആ സമയത്ത് തന്നെയാണ് BJPയുടെ പ്രതിഷേധവും ഇവിടെ നടക്കുന്നത്. എന്തായാലും ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും തടഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നതല്ല എന്ന് തന്നെയാണ് BJPയും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കാരണം പാലക്കാടേക്ക് അടക്കം അതോടൊപ്പം സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും ഇത് തന്നെയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ ശബ്ദ സന്ദേശങ്ങളടക്കം ഈ ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. അതൊക്കെ രാഹുൽ നിഷേധിക്കുകയാണ്. താനല്ല, അതായത് ഈ കാലത്തൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും, അതായത് താൻ അതിലൊന്നും കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പക്ഷേ രാഹുലിന്റെ പല സംഭാഷണങ്ങളും പല ചാറ്റുകളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ തനിക്കെതിരെ പരാതിയില്ല എന്നുള്ള കാര്യം മാത്രമാണ് രാഹുൽ പറയുന്നത്. ആ കാര്യത്തിലാണ് രാഹുൽ പ്രതികരിച്ചിട്ടുമുള്ളത്. ഫോൺ സംഭാഷണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ പോലും രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രാഹുലിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി നമ്മൾ തേടേണ്ടി വരും. കാരണം എറണാകുളത്ത് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് പോലീസിൽ. നിർബന്ധിത ഗർഭചിത്രത്തിന് വഴിവെക്കുന്ന രീതിയിൽ രാഹുൽ ഇടപെട്ടു എന്ന രീതിയിലൊക്കെ ആ പരാതി ഉയർന്നിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ രാഹുലിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തനിക്കെതിരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാകില്ല. MLA സ്ഥാനത്ത് നിന്നടക്കം രാജി വേണം എന്നതാണ് BJP അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. മനോജ്, തീർച്ചയായും ഈ സാഹചര്യത്തിൽ പരാതി കൂടെ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയും രാഹുൽ ഇതിൽ മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ രാവിലെ മുതൽ തന്നെ ഈ പ്രതികരണങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ രാഹുൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നാലെയാണ് ഈ രാജി പ്രഖ്യാപനത്തിന് വേണ്ടി രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു. പോലീസിലും അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുകയാണ്. BJPയുടെ ജില്ലാ നേതൃത്വം ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് അടക്കം ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹവും ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിനായി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതിഷേധ ധർണയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പെരിങ്ങനാട് ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ SK നായർ ചേട്ടനെ ഏറെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പള്ളിക്കൽ ഏരിയ പ്രസിഡന്റ് ശ്രീ അഭിലാഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധത്തിന്റെ അധ്യക്ഷൻ SK നായരേട്ടൻ, ഉദ്ഘാടകൻ സൂരജേട്ടൻ, VS സൂരജേട്ടൻ, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി MK രൂപേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി നിതിൻ ശിവ, പാർട്ടിയുടെ പന്തളം മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി സുമേഷ്, അതുപോലെ മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാറേട്ടൻ, മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് വിജയകുമാറേട്ടൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മറ്റ് മുതിർന്ന പ്രവർത്തകരെ, നമ്മൾക്കെല്ലാം അറിയാം, ഇന്ന് കേരളം മൊത്തവും തന്നെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. നമ്മുടെ കേരളത്തിലെ സഹോദരിമാരോട്, സ്ത്രീകളോടൊക്കെ തന്നെ ഏറ്റവും അപമര്യാദയായി പെരുമാറിയ വിഷയത്തില് ഇന്ന് വാർത്തകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ യോഗം BJP പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പുറത്ത് വാർത്തകൾ വരുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്. അതേപോലെ തന്നെ പള്ളിക്കൽ നാട് എന്നുള്ള നിലയിൽ, പള്ളിക്കലുകാരൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ മുഴുവൻ ആൾക്കാർക്കും അപമാനമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൗതുകം തോന്നും. ഈ കേരളത്തിലുള്ള പല സ്ത്രീകളോടും അദ്ദേഹം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രതികരിക്കാത്തവരോടൊക്കെ തന്നെ അദ്ദേഹം തൊട്ടടുത്ത് തന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യും. നീ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുന്നതും അവര് പ്രതികരിക്കുന്നില്ല എങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. നമ്മളെല്ലാം തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ വേണ്ടിയാണ്. ഈ ഗൂഗിൾ പേയിൽ പോലും ഈ മാന്യൻ ഈ സ്ത്രീകളോട് അപമര്യാദയായിട്ടുള്ള മെസ്സേജുകളാണ് ഗൂഗിൾ പേ വഴി തന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് തന്നെ കള്ള വ്യാജ കാർഡ് ഉണ്ടാക്കി ധാർമ്മികമല്ലാതെ തന്നെ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തില് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത്. ഇദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് നടത്തുന്ന ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സമാരാധ്യനായ
ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ സൂരജേട്ടൻ നിർവഹിക്കുന്നതാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിലേക്ക് BJPയുടെ മാർച്ച് നടക്കുകയായിരുന്നു.